സോ ചെസ്സിൽ മോസ്റ്റ്ലി 4 തരം പോൺ സ്ട്രക്ചറാണ് വീക്ക്നെസ് ആയിട്ട് കണക്കൂട്ടുന്നത്. ഒന്ന് ഡബിൾഡ് പോൺ, പിന്നെ ഐസൊലേറ്റഡ് പോൺ, ഇതാണ് ഹാങ്ങിങ് പോൺ, ഇതാണ് ബാക്ക്വേർഡ് പോൺ. ഓക്കെ, 4 തരം. ഡബിൾ പോൺ എന്ന് വെച്ചാൽ സിമ്പിൾ, അതിന്റെ പേര് പോലെ തന്നെ 2 പോൺ ഒരു ഫയലിൽ കാണും. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഡബിൾ പോൺ. ഇവരാണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഐസൊലേറ്റഡ് പോൺ. സോ ഇവൻ ഒറ്റയ്ക്ക് വൈകിട്ട് വന്നതാണ്. പക്ഷേ ഇത് വീക്ക്നെസ് ആയിട്ട് കണക്കൂട്ടുന്നത്. കാരണം ഇതിന്റെ അപ്പുറം ഇപ്പുറം ഒന്നും വേറെ പോൺസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. സോ ഇവൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്. ഓക്കെ, ഇവന്മാര് ഹാങ്ങിങ് പോൺസ് എന്ന് പറയും. നമ്മുടെ ലക്ഷ്യം വെച്ചാൽ ഇവന്മാരെ ഇങ്ങനെ പുഷ് ചെയ്ത് ബാക്ക്വേർഡ് പോൺ ആക്കുക എന്നുള്ളതാണ്. എന്താണ് ബാക്ക്വേർഡ് പോൺ എന്ന് ഞാൻ പറഞ്ഞത് ആദ്യം. സോ ഈ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും ഇല്ല അപ്പുറം ഇപ്പുറം. പക്ഷേ ഈ പോൺ വേറെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ക്വയർ മോസ്റ്റ്ലി വീക്ക്നെസ് ആയിട്ടാണ് കൊടുക്കുന്നത്. സോ അത് മാത്രമല്ല ഈ പോൺ അറ്റാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ വേറെ പീസൊക്കെ ഒന്ന് ഇവിടെ ഇരിക്കും. ഓക്കെ, നമ്മളെ പീസൊക്കെ വന്നിട്ട്. സോ ഈ ഹാങ്ങിങ് പോൺസിനെയും മോസ്റ്റ്ലി അല്ലെങ്കിൽ ഇങ്ങനെ പുഷ് ചെയ്തതിനെ ബാക്ക്വേർഡ് പോൺ ആക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പുഷ് ചെയ്തതിനെ ബാക്ക്വേർഡ് പോൺ ആക്കും. എന്നിട്ട് ഈ സ്കോറൊക്കെ കൺട്രോൾ ചെയ്യും. സോ ഇത് മോസ്റ്റ്ലി വീക്ക്നെസ് ആയിട്ട് കണക്കൂട്ടുന്നത്. ചില സമയത്ത് ഇങ്ങനെ വരാറുണ്ട്, ട്രിപ്പിൾ പോണൊക്കെ. ഇതൊക്കെ ഭയങ്കര വീക്ക്നെസ്. ഓക്കെ, സോ ഇതാണ് 4 മോസ്റ്റ്ലി ആയിട്ടുള്ള വീക്ക്നെസ്.